നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിന് തുടക്കം കുറിച്ച വാഹനങ്ങളിലൊന്ന് MGയുടെ ഇസഡസ് EV ആണ്. സാമാന്യം നല്ല റേഞ്ചുള്ള നല്ലൊരു SUV ആണ് ഇസഡസ് EV. അതിനുശേഷം അടുത്ത കാലത്ത് ഏറ്റവും പുതിയ കോമറ്റ് വന്നു. കോമറ്റ് 200 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു സിറ്റി കാറായിട്ടാണ് കണക്കാക്കേണ്ടത്. നല്ല ഡയമെൻഷൻസ് ആണ്, ഒരു ഓട്ടോറിക്ഷ ഡയമെൻഷൻസേ ഉള്ളൂ, എവിടെയും കൊണ്ടു നടക്കാം. ഞാനും അടുത്ത കാലത്ത് ഒരു കോമറ്റ് വാങ്ങിക്കുകയുണ്ടായി. ഇപ്പോൾ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് കടന്നിരിക്കുകയാണ് MG എന്നാണ് പറയേണ്ടത്. അത് CUV എന്ന സെഗ്മെൻറ്റാണ്. CUV എന്ന് പറഞ്ഞാൽ ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് കമ്പനി വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് CUV ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിൻസർ എന്ന ഈ ഒരു മോഡൽ. ഇതൊരു ചെറിയ വാഹനമൊന്നുമല്ല. 4.3 മീറ്റർ നീളമുള്ള ഒരു 5 സീറ്റർ വാഹനമാണ്. നല്ല വീൽ ബേസ് ഒക്കെ ഉണ്ട്. ഇൻറ്റീരിയറിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. തന്നെയല്ല 331 കിലോമീറ്റർ റേഞ്ചുമുണ്ട് ഈ ഇലക്ട്രിക് വാഹനത്തിന്. അങ്ങനെ ഏറ്റവും പുതിയ ഒരു സെഗ്മെൻറ്റ് വെട്ടി തുറന്നിരിക്കുകയാണ് MG എന്നാണ് പറയേണ്ടത്. വിൻസറിൻ്റെ ടെസ്റ്റ് ഡ്രൈവുമായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും പുതിയ MG വിൻസർ EVയുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ സെഗ്മെൻറ്റ് വെട്ടി തുറന്നുകൊണ്ടാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നതെന്ന്. ഇത്തരത്തിലുള്ള വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു EV ഉണ്ട്. അതിൻ്റെ പേര് E6 എന്നാണ്. അത് BYDയുടെ ആണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് പ്രത്യേകത ഇല്ലായ്മ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല എന്ന് തന്നെയുമല്ല, അതൊരു പൂർണ്ണമായും MPV ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ബൂട്ട് സ്പേസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ള സത്യമാണെങ്കിൽ പോലും ഫീച്ചേഴ്സ് കുറവാണ്. ഇപ്പോൾ BYDയുടെ പുതിയ ആ മോഡലിൻ്റെ തന്നെ E-Max 7 എന്ന് പറയുന്ന കുറേ കൂടി ഫീച്ചേഴ്സുള്ള മോഡൽ വരാൻ പോവുകയാണ്. പക്ഷേ അതുവരെ ഇത്രയും അധികം ഫീച്ചേഴ്സുള്ള ഒരു മൾട്ടിപർപ്പസ് ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ ഇന്ന് ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇന്ത്യയിൽ MG മോട്ടോർ വിൻസർ എന്നുള്ള പേരിലാണ് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ഇത് കുറച്ച് കാലമായിട്ട് ഇന്തോനേഷ്യയിൽ വിൽപ്പനയുള്ള മോഡൽ തന്നെയാണ്. അവിടെ പക്ഷേ ഈ വാഹനത്തിൻ്റെ പേര് ക്ലൗഡ് എന്നാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ MGയുടെ പേരിലുമല്ല വന്നിരിക്കുന്നത്, വൂലിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലാണ്. പക്ഷേ വൂലിംഗും ഈ ഒരു സായിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു വാഹനത്തിൻ്റെ പേരൻറ്റ് കമ്പനിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ കോമറ്റ് ഉണ്ടല്ലോ, ഇവരുടെ തൊട്ടും പോകുന്ന കോമറ്റ് എന്ന് പറയുന്നത് വൂലിങ്ങിൻ്റെ എയർ എന്ന മോഡലാണ് ഇന്ത്യയിൽ MG കോമറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബ്രാൻഡുകൾ മാറ്റം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പേരുകൾ വാഹനം ഒന്ന് തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസും ഇൻറ്റീരിയറിൻ്റെ കംഫർട്ടും ഒക്കെയാണ്. ഇതിൻ്റെ സീറ്റ്, അപ്ഹോൾസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമാണെന്നാണ് പറയേണ്ടത്. അതുതന്നെയാണ് MG മോട്ടോറിൻ്റെ പല വാഹനങ്ങളും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും. ഹെക്ടർ ആണെങ്കിൽ പോലും ഇൻറ്റീരിയറിലെ കംഫർട്ടും ഇൻറ്റീരിയറിലെ സ്പേസും എന്നൊക്കെ പറയുന്നത് മറ്റൊരു വാഹനത്തിലും ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൽ നിന്ന് അടുത്ത് കാണുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് നല്ല ഉരുണ്ട കണ്ണ് പോലെയുള്ള ഈ ഒരു ഹെഡ്ലൈറ്റാണ്. രസകരമായിട്ടുണ്ട്. അതിപ്പോഴത്തെ ടാറ്റയുടെയൊക്കെ പുതിയ വാഹനങ്ങൾ പോലെ തന്നെ ബമ്പറിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള LED ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം, വളരെ ഭംഗിയുള്ളൊരു ഭാഗവും കൊടുത്തിരിക്കുന്നു. MG എന്നുള്ള വലിയ ബാഡ്ജിങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു 3D എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെയും പോലെ തന്നെ നീണ്ട സ്ട്രിപ്പാണ് കാണുന്നത്, LED സ്ട്രിപ്പാണ്. അതുപോലെ മനോഹരമായിട്ട് അതിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് അതിൻ്റെ ചുറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സൈഡിലൊക്കെ ചെറിയ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത് സൈഡ് പ്രൊഫൈലിൽ നോക്കിയാൽ കാണാം, ഇതിങ്ങനെ തട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചാരി ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചാരി ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല സാധാരണ വാഹനങ്ങൾ, കാരണം ബോണറ്റ് എപ്പോഴും ഉയർന്നായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ 2 തട്ടായിട്ട് രസകരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയൊരു ബോണറ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഏറ്റവും താഴെയായിട്ട് ഭംഗിയുള്ള എയർഡാമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പിയാന ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായിട്ട് നല്ലൊരു സ്റ്റീൽ ഫിനിഷുണ്ട്. ഇവിടെ മോറിസ് ഗ്യാരേജ് എന്നുള്ള ഈ MGയുടെ ഒരു പൂർണ്ണ നാമമാണ് എഴുതിയിരിക്കുന്നത്. MG മോട്ടോർ എന്ന് പറയുന്നത് മുമ്പ്, അതായത് ബ്രിട്ടനിൽ ജനിച്ചൊരു ബ്രാൻഡാണ്. പക്ഷേ കുറേ കാലം മുമ്പ് അത് കടം കയറി നിന്ന് പോവുകയും ചൈനീസ് കമ്പനിയായ സായിക്ക്, ഷാങ്ഹായ് ഓട്ടോ എന്ന് പറയുന്ന ആ കമ്പനി വാങ്ങിക്കുകയും ചെയ്ത് MG മോട്ടോർ എന്നുള്ള പേര് വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മുൻഭാഗത്ത് പറയാനുള്ളത്. നല്ല വീതിയൊക്കെ ഉള്ളൊരു വാഹനമാണ് കേട്ടോ. വളരെ ചെറിയൊരു വാഹനമായിട്ട് കരുതരുത്. ഉൾഭാഗത്തിരിക്കുമ്പോഴാണെങ്കിലും ഒരു SUV ലൈക്ക് ഫീൽ കിട്ടുന്നൊരു വാഹനം കൂടിയാണിത്. ഏതായാലും മുൻഭാഗം വളരെ ഭംഗിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ മുൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ് വിൻസറിൻ്റെ നീളം, വീതി, ഉയരം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ മാരുതി എർട്ടിഗയുടെ നീളവും വീതിയൊക്കെ എന്നാണ് പറയേണ്ടത്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ഇതിന് 2700, എർട്ടിഗയ്ക്ക് 2740, അത്രയുള്ള വ്യത്യാസം. നീളത്തിൻ്റെ കാര്യത്തിലും ഒരു 10-60 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് എർട്ടിഗയ്ക്ക് അല്പം കൂടുതലെന്ന് പറയാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ കണക്കാക്കാം.
ഇപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് പ്രൊഫൈൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ അത്ര വലിയ എക്സൈറ്റിംഗ് വാഹനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുൻഭാഗം തീർച്ചയായിട്ടും കുറച്ച് വ്യത്യസ്തതയൊക്കെ ഉണ്ടെങ്കിലും ഈ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പഴയ ചില ജാപ്പനീസ് മൾട്ടിപർപ്പസ് വാഹനങ്ങളുണ്ട്. പ്രധാനമായിട്ടും ടൊയോട്ടയുടെ അതുപോലെ തന്നെ മിത്സുബിഷിയുടെ ഒക്കെ ചില പഴക്കം ചെന്ന ചില മൾട്ടിപർപ്പസ് വാഹനങ്ങളുടെ ഒരു സൈഡ് പ്രൊഫൈലാണ് എനിക്ക് തോന്നിയത്. മുൻഭാഗം പോലെയല്ല, കുറച്ചൊന്ന് ഒരു പഴമ തീർച്ചയായിട്ടും തോന്നിക്കുന്നുണ്ട്. അങ്ങനെ എക്സൈറ്റിംഗ് എന്ന് പറയാനാവില്ല. പിന്നെ എക്സൈറ്റിംഗ് എന്ന് പറയാവുന്നത് പുതിയ അലോയ് വീല് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. 18 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എയറോ വീലെന്ന് തന്നെ വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എയറോ ഡൈനാമികത കൊടുക്കുന്ന രീതിയിലുള്ള അലോയ് വീലൊക്കെ കൊടുത്തിരിക്കുന്നു. അത് ഭംഗിയായിട്ടുണ്ട്. ഇവിടെയാണ് ഈ വാഹനത്തിൻ്റെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. AC DC ചാർജിങ് പോയിൻറ്റുകളൊക്കെ പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചാർജിങ് ടൈമും മറ്റു കാര്യങ്ങളും നമുക്ക് വിശദമായി പറയാം. അപ്പോൾ അത് മുൻഭാഗത്തല്ല കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും സൗകര്യം എന്നുള്ള ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു കോമറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെയൊക്കെ വീട്ടിൽ വളരെ പരിമിതമായ കാർ പോർച്ചിൻ്റെ സൗകര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുൻഭാഗമാകുമ്പോൾ വാഹനം നേരെ കയറ്റിയിടുക, നേരെ ചാർജ് ചെയ്യുക. ഇതിപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ നാട്ടിൻപുറത്തൊക്കെ വിശാലമായിട്ട് ജീവിക്കുന്നവർക്കൊരു വലിയ പ്രശ്നമായിട്ട് പറയേണ്ടതുമില്ല. ഇനി ഉയരത്തിലേക്ക് വരികയാണെങ്കിൽ 1677 മില്ലിമീറ്റർ ഉയരമുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലൊരു SUV-യുടെ ഉയരം തന്നെയുണ്ട് ഈ വാഹനത്തിന്. മൾട്ടിപർപ്പസ് വാഹനം എന്ന് വിളിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ SUV-യുടേതായ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾഭാഗത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സീറ്റിൻ്റെ ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുപോലെ മേൽഭാഗത്ത് ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ 2 വര, ശ്രീരാമൻ പണ്ട് അണ്ണാർക്കണ്ണൻ്റെ ദേഹത്ത് വരച്ച പോലെയുള്ള 2 വര അവിടെ കാണുന്നുണ്ട്. അതല്ല ഈ പറഞ്ഞ ഇത്രയും ഹൈറ്റും ഒക്കെ വീതിയൊക്കെയുള്ള വാഹനമായതുകൊണ്ട് ആ ഒരു വൃത്തിയോടൊന്ന് മറയ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷുള്ള വിൻഡോ ലൈനൊക്കെയാണ് നമ്മൾ കാണുന്നത്. ബോഡി കളേർഡ് തന്നെയാണ്. സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. സൈഡിലൊക്കെ ഇത്തിരി കൂടിപ്പോയോ ഈ ഒരു ക്ലാഡിംഗ് എന്ന് മാത്രമേ സംശയമുള്ളൂ. ഒരു പിശുക്ക് കാണിച്ചിട്ടില്ല. എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ക്ലാഡിങ്, അതിൽ ചെറിയ ചെറിയ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗങ്ങൾ. അങ്ങനെ വേണമെങ്കിൽ ചൈനത്വം ആരോപിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ നമുക്ക് കാണാം. ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും അതിലും സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും പിന്നിലേക്ക് നീളുന്നുമുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ ടാറ്റ കർവിലെ കണ്ട പോലുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കയറിയിരിക്കുന്നു. സൈഡിലേക്ക് ഒട്ടും തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് ഉൾച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്ര നീളമുള്ളൊരു വാഹനമാകുമ്പോൾ എർട്ടിക പോലൊരു 7 സീറ്റർ ആക്കി കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് 604 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും പിൻഭാഗത്ത് വേണമെങ്കിൽ 3rd റോ സീറ്റ് ഉണ്ടാകാം എന്ന് തോന്നുന്ന രീതിയിൽ ഒരു കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്, ഫുൾ ബ്ലാക്ക് ഫിനിഷിനുള്ളിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുമൊക്കെ വീലാർസിലൊക്കെ ആ ഒരു ക്ലാഡിങ് വന്നിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ സൈഡിൽ ചെറിയ ചൈനത്വം ആരോപിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ബ്ലാക്ക് ഫിനിഷും അതിലൊരു ചെറിയ സ്റ്റീൽ ഫിനിഷുകളുടെ ഭാഗം കാണുന്നുണ്ട്. എന്നാലും മുൻഭാഗം പോലെ തന്നെ കുറച്ചൊക്കെ രസകരവും ആധുനികവുമാണ് പിൻഭാഗം. സൈഡ് പോലെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വളരെ പ്ലെയിൻ ആണെങ്കിൽ പോലും രസമുള്ള കട്ടുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കും. നല്ല ഒഴുകി ഇറങ്ങുന്ന ഡിസൈൻ എന്നാണ് പറയേണ്ടത്. അതിലും MGയുടെ വലിയ ബാഡ്ജിങ് ഉണ്ട്. വിൻസർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും, EV എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു നീല നിറമുള്ള ബാഡ്ജിങ് അവിടെയും കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് ചേരുന്നത്. ഏതായാലും പിൻഭാഗത്ത് ഈ സൈഡൊക്കെ നല്ല രസമായിട്ടാണ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിലും രസകരമായ ഡിസൈനാണ്. ഇതിൻ്റെ ഉള്ളിലെ എലമെൻറ്റുകളൊക്കെ നല്ല രസമാണ് കാണാൻ. എല്ലാം LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റീൽ ഫിനിഷ് അങ്ങനെ വളഞ്ഞ് പിന്നിലേക്കും വരുന്നുണ്ട് വിൻഡോ ലൈനിൻ്റെ ഭാഗത്ത്. ഇവിടെയൊക്കെ കൺസീൽഡ് ആയിട്ടുള്ള ആൻറ്റിനയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഷാർഫിൻ ആൻറ്റിന ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് തുറന്ന് കാണാം. ഓപ്പൺ സിസയും കമോൺ ഇതാ 604 ലിറ്റർ ബൂട്ട് സ്പേസാണ്. ഇനി അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള മട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നു. തന്നെയല്ല പിന്നിലെ സീറ്റ് എന്നൊക്കെ പറയുന്നത് 180 ഡിഗ്രി പിന്നിലേക്ക് ചായ്ക്കാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെയാണ് ചെരിഞ്ഞ് കിടക്കുന്നത്. അതുകൂടെ അല്പം നിവർത്തിയാൽ വീണ്ടും സ്പേസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാറ്റൊക്കെ ഒന്ന് ഉയർത്തി നോക്കാം. എന്ത് കണ്ടാലും ഉയർത്തി നോക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഒന്ന് ഉയർത്തി നോക്കട്ടെ. സ്പെയർ ടയറിൻ്റെ സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ടയർ ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അതിനുള്ള സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായും EV പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചതാണെന്നുള്ളതാണ്. നമ്മൾ EV പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച വാഹനങ്ങൾക്കുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ വളരെ ഫ്ലാറ്റ് ആയിരിക്കും ഫ്ലോർ എന്നുള്ളതാണ്. കാരണം അതിനും താഴെയാണ് ബാറ്ററി അങ്ങനെ ഒരേ നിരപ്പിൽ വിരിച്ചിരിക്കുകയായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ഫ്ലാറ്റ് ആയിരിക്കും. തന്നെയല്ല ഈ ഒരു ട്രാൻസ്മിഷൻ ടണൽ പോലുള്ള കാര്യങ്ങളൊന്നും ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ പോലെയൊന്നും ഉൾഭാഗത്തൂടെ ഒന്നും കടന്നു പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സെൻട്രൽ ടണലോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടാകും. സാധാരണഗതിയിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഉൾഭാഗത്ത് അങ്ങനെ ഒരു ബാഗ് പോലും വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും EVകളുടെ കാര്യത്തിൽ മുന്നിലെ സീറ്റുകൾ ഇടയ്ക്ക് പോലും സ്പേസ് ഉണ്ടാവും സാധനങ്ങളൊക്കെ വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ കുറേ കൂടി പ്രാക്ടിക്കലാണ് അത്തരം കാര്യങ്ങളിൽ EVകളെന്നാണ് പറയേണ്ടത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ സവിശേഷതയായിട്ട് പറയാവുന്നത്. ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു സ്പോയിലറും അതുപോലെ അതിൽ സ്റ്റോപ്പ് ലാമ്പും പോലുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 188 മില്ലിമീറ്ററാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഓടിച്ച കർവൊക്കെ 190 ആയിരുന്നു. അത്രേ ഉള്ളൂ, വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു SUV-യുടേതായ എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ മൾട്ടിപർപ്പസ് വാഹനത്തിൻ്റെതായ ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്, SUV-യുടേതായ സീറ്റ് ഹൈറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പ്രാക്ടിക്കലായ ഒരു വാഹനമാണ്. 331 കിലോമീറ്ററൊക്കെയാണ് നിങ്ങൾക്ക് റേഞ്ച് വേണ്ടതെങ്കിൽ കണ്ണ് മടച്ച് വാങ്ങിക്കാം ഈ MG-യുടെ ഇലക്ട്രിക് വാഹനങ്ങൾ. MG-യുടെ ഇലക്ട്രിക് വാഹനങ്ങൾ മറ്റൊരു പ്രത്യേകതയായിട്ട് കോമറ്റ് ഉപയോഗിക്കുന്ന ആളെന്നുള്ളതിലേക്ക് എനിക്ക് തോന്നിയത് അതിൽ നമ്മൾ ഫുൾ ചാർജ് ആകുമ്പോൾ കാണിക്കുന്ന 200 കിലോമീറ്റർ ആണെങ്കിൽ 200 കിലോമീറ്റർ കിട്ടും എന്നുള്ളതാണ്. മറ്റ് ചില വാഹനങ്ങൾ, നമുക്കറിയാവുന്ന ചില വാഹനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 75% ചാർജ് തീർന്നാൽ പിന്നെ പെട്ടെന്നായിരിക്കും ഡ്രോപ്പ് ആകുന്നത്. പക്ഷേ MG-യുടെ കാര്യത്തിൽ എനിക്ക് കൃത്യമായും 200 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 331 കിലോമീറ്റർ കിട്ടുന്നു എന്ന് പറയുന്ന വിൻസറിന് എനിക്ക് തോന്നുന്നു ഒരു 310 കിലോമീറ്റർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ കണ്ടതൊന്നുമല്ല, ഇതിന് ഉൾഭാഗമാണ് സാറേ കാണേണ്ട കാര്യം. നമുക്ക് ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം. ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ ഞാൻ ഈ സൈഡ് പ്രൊഫൈലിനെ പറ്റി പറഞ്ഞല്ലോ, ഒരു പഴയ വാഹനത്തിൻ്റെ ലുക്ക് എന്നൊക്കെ പറഞ്ഞു, അതെല്ലാം അങ്ങ് മറന്നേക്കുക. ഉൾഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരു വാഹനത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം പ്രൗഢവും ആഡംബര ഭരിതവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷാണെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ സീറ്റിൻ്റെയൊക്കെ അപ്ഹോൾസ്റ്ററിയൊക്കെ ഉണ്ടോ, നിങ്ങൾ ഏറ്റവും വില കൂടിയ സ്റ്റാൻലിയുടെയൊക്കെ സോഫ വീട്ടിലേക്കൊക്കെ വാങ്ങിക്കുമല്ലോ 2-3 ലക്ഷം രൂപ അടുത്ത്, അതിൻ്റെ അതേ പ്രൗഢിയുണ്ട് ഈ ഒരു സീറ്റിന്. അതിൻ്റെ അതേ ഡിസൈനാണ്, അതിൻ്റെ അതേ ഇരിക്കുന്ന ഫീലുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേ നമുക്ക് ആ സീറ്റ് കാണുമ്പോൾ തന്നെ മനസ്സങ്ങോട്ട് കുളിരും എന്നാണ് പറയേണ്ടത്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ പറയാം. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു, അതും സോഫ്റ്റ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു വുഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കപ്പ് ഹോൾഡറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ കൺസീൽഡായിട്ട് തോന്നുന്ന രീതിയിലുള്ള AC വെൻറ്റുകൾ. ഈ കൊടുത്തിരിക്കുന്നത് അല്പം ഗോൾഡൻ നിറമാണ്, അത് ക്യാമറയിൽ വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത് തന്നെയാണ് നമ്മൾ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ കാണുന്നതും ആ ഗോൾഡൻ നിറം തന്നെയാണ്. ഏതായാലും അത് കാണിച്ച സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോർ ഹാൻഡിലാണ്. മേൽഭാഗത്ത് കാണുന്ന ഡോർ ഹാൻഡിലാണ്, അതിൻ്റെ വലത്തെ അറ്റത്ത് കാണുന്നതാണ് ഡോർ തുറക്കുന്ന ഹാൻഡിലെന്ന് പറയുന്നത്. അതേതായാലും അതിഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ, ഇൻഫിനിറ്റിയുടെ മ്യൂസിക് സിസ്റ്റമാണ് എൻ്റെ സ്പീക്കറായാലും അതുപോലെ വിൻഡോയുടെ സ്വിച്ച് ആയാലും എല്ലാം തന്നെ ഗോൾഡൻ നിറത്തിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡിൽ ബോട്ടിലും മറ്റും വയ്ക്കാനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും തിരിച്ചു അസീസേ ഉള്ളിലേക്ക് വരൂ. ഉള്ളിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമൊക്കെയാണ് ഇവിടെ. താഴെയായിട്ട് സാമാന്യം വലിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് 15.6 ഇഞ്ചിൻ്റെ ഈ ഒരു മാരകമായ സ്ക്രീനാണ്. ഈ വാഹനം വാങ്ങിച്ച ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ TV അങ്ങ് വിൽക്കുക എന്നുള്ളതാണ്. കാരണം എത്ര വലിയ TV കിടപിടിക്കുന്നില്ല, ഒരു ഭീകര സാധനമാണ് ഈ മുൻപാതിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നിയൊക്കെ ഇത് നമ്മുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ടോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. വളരെ ക്ലീനായിട്ട് അങ്ങനെ ചേർന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കാര്യങ്ങളില്ല എന്നാണ് പറയേണ്ടത്. ഏതാണ്ട് 256 തരത്തിലുള്ള ആംബിയൻ ലൈറ്റിംഗ് വരെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത്ര നിറങ്ങളുണ്ടോ ലോകത്തിലെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അതുപോലെ
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നിലും ഇല്ലാത്തൊരു കാര്യം വെച്ചാൽ ജിയോയുമായിട്ട് ഇവർ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ജിയോയുടെ OTT പ്ലാറ്റ്ഫോമിലെ സിനിമകൾ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ജിയോയുടെ ന്യൂസ് കാണാം, ജിയോ സാവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു മാരകമായ സാധനമാണത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും വലിയൊരു സ്ക്രീനിൽ നിങ്ങൾ എന്തെങ്കിലും 360 ഡിഗ്രി ക്യാമറ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ പല തരത്തിലുള്ള സാധനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന ഈ ഒരു ഗാർഡൻ്റെ എല്ലാ തരത്തിലുള്ള അവസ്ഥകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2Dയും 3Dയും. ഇതൊരു പട്ടി വഴി നടന്നു പോയി, അതുപോലെ ഓക്കെ. അപ്പോൾ അതേ പോകുന്നു പട്ടി. അതെ, 2 പട്ടിയായിട്ട് കാണും. ഒന്നായ പട്ടിയെ 2ആയി കാണുന്ന രീതിയിലുള്ള ഒരു സ്ക്രീനൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിലും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോയാൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. 80-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും നോക്കാനില്ല. പിന്നെ വെഹിക്കിൾ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, അത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് പോട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫിനിറ്റിയുടെ ഒരു 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലോകത്തിൽ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ ഒരു മ്യൂസിക് സിസ്റ്റം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. EV ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് വേറെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 308 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. 97% അത്രയും ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ ലൈറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിനെ തന്നെ ആശ്രയിക്കണം, അല്ലാതെ ഫിസിക്കൽ സ്വിച്ചുകൾ അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും പിന്നീട് നമുക്കത് ഒരു ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാവരും ശീലത്തിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ AC-യുടെ കൺട്രോളുകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. വളരെ വലിയ ഫോണ്ടും വിശാലമായിട്ടും കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഒട്ടും തന്നെ സംശയം തോന്നാത്ത രീതിയിൽ അത് ഉപയോഗിച്ച് ശീലമായി കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ഇനി വെഹിക്കിൾ സെറ്റിങ്സിലേക്ക് പോയാൽ ഡ്രൈവ് മോഡുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇക്കോ പ്ലസ്, ഇക്കോ നോർമൽ, സ്പോർട്സ്. അതുപോലെ എനർജി, റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ലൈറ്റ്, നോർമൽ, ഹെവി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഓട്ടോ ഹോൾഡ്, അതെല്ലാം ഓണും ഓഫും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ ഇത്തരത്തിലുള്ള ഡ്രൈവ് മോഡുകളിലേക്ക് ഒരു സ്വിച്ചൊക്കെ ഇവിടെ കാണും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ രസകരമായൊരു വാഹനമാണിത്. കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പവുമാണ് ഉപയോഗിക്കാൻ. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഹെവി സാധനം ഇങ്ങനെ കൺസോളിൽ ഇരിക്കുകയാണ്. അതിൽ 3 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ വെച്ചു, സാധനം ചാർജായി, ക്ലിങ്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ. അതുപോലെ തന്നെ വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസും ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇനി ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മതിയായില്ലെങ്കിൽ വീണ്ടും ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിൽ ചാർജിങ് പോയിൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എവിടെയും സൂക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇവിടെ കയറുമ്പോൾ പാവ പോലുള്ള സാധനങ്ങൾ, കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് സുഖമായിട്ടൊക്കെ യാത്ര പോകാം. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകൾ കാണുന്നത്. അത് ഈ AC-യുടെ കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകളൊക്കെയാണ്. മോഡ്, ഓട്ടോ, അത്തരം കാര്യങ്ങൾ, AC-യുടെ ഫാനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് തീർച്ചയായിട്ടും ഫിസിക്കൽ സ്വിച്ച് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വാഹനം ഇടിച്ച് നമ്മൾ ചാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇതായിരിക്കും ബെസ്റ്റ്. മുൻഭാഗത്തെ 2 സീറ്റുകളും വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 2ഉം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം 100% പക്കയാണെന്ന് പറയാം. പിന്നെ ഉണ്ടല്ലോ എൻ്റെ സാറേ, ഇതിനുള്ളൊരു വലിയൊരു സംഭവം വെച്ചാൽ ഗ്ലാസ് റൂഫുണ്ട്. അതായത് പിൻഭാഗം വരെ നീളുന്ന ഗ്ലാസ് റൂഫാണ്. അത് നിങ്ങൾ ഇവിടെ പിടിച്ച് ഞെക്കാനൊക്കെ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയനാകും. കാരണം ഇത് ഡമ്മി സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ തന്നെയാണ്. വെഹിക്കിൾ സെറ്റിങ്സിൽ പോവുക, സൺഷെയ്ഡ് എടുക്കുക, ഫുള്ളി ഓപ്പൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അതായത് നമ്മൾ ഏറ്റവും വില കൂടിയ ബെൻസിൻ്റെയും മറ്റും വാഹനങ്ങൾ കാണുന്നത് പോലെയുള്ള ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തുറക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഗ്ലാസ് റൂഫായിട്ട് നിലനിൽക്കുന്നുള്ളതാണ്. അതായത് തോക്ക് തരാൻ വെടിവെക്കരുത് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അവസ്ഥ. നേരത്തെ നമ്മുടെ ശ്യാം പറയുണ്ടായി, അതുകൊണ്ട് അത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു വിശാലമായ കാഴ്ച തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലപോലെ ട്രീറ്റ് ചെയ്ത ഗ്ലാസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂടൊന്നും വരുന്നില്ല. ഇപ്പം നമ്മളിവിടെ 9:30 മണിക്ക് ഇരിക്കുമ്പോൾ പോലും വെയിലൊന്നും ചൂടൊന്നും താഴേക്ക് വരുന്നില്ല. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് ഓടിച്ചു പോകാം. അതുപോലെ കണ്ടോ, സൈഡ് വ്യൂ മിററിൻ്റെ ഓട്ടോ ഫോൾഡ്, അൺഫോൾഡ് പോലും ഇതിൻ്റെ അകത്താണ്. സൈഡിലെ മിറേഴ്സ് ഇപ്പോൾ ഇവിടെ ക്ലോസ് ആകുന്നു. എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓപ്പണാകുന്ന കാണിച്ചു തരാം. ഓപ്പണാകുന്നു. എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ്. അല്ലാതെ ഈ സ്വിച്ചുകളെന്നൊക്കെ പറയുന്നത് അപ്രത്യക്ഷമാകുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, 6 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ MGയുടെ ചൈനയിലെ പ്ലാന്റിൽ, ഷാങ്ഹായിലെ പ്ലാന്റിൽ പോയപ്പോൾ അന്ന് അവിടെ ആ കാലത്ത് കണ്ട വാഹനങ്ങളിൽ പോലും സ്ക്രീനുകളാണ് മൊത്തത്തിൽ. അതൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ടെക്നോളജി അന്ന് തൊട്ടേ ചൈനയിലുണ്ട്. ഒരു സ്വിച്ച് പോലും, ഈവൻ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ച് പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു അന്നത്തെ വാഹനങ്ങളെല്ലാം അവിടെ കണ്ടത്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശെ MG മോട്ടോറിലൂടെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. എന്തായാലും ഈ ഗ്ലാസ് റൂഫ് പോലുള്ള, ഇതിനെ ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് എന്നാണ് കമ്പനി വിളിക്കുന്നത്. അതെല്ലാം തന്നെ വലിയ സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് ഇറങ്ങി വരികയാണെന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്.
ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ രസകരമാണ് സ്റ്റിയറിംഗ് വീലിൻ്റെയും ഈ ഒരു രീതികൾ. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഇതിലെ നിറം ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു കോപ്പർ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നടുവിലെ ലോഗോയ്ക്കൊക്കെ കോപ്പർ കളർ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ നമ്മൾ സാധാരണ കാണുന്ന പോലുള്ള സ്വിച്ചുകൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഈ സ്വിച്ചുകൾക്ക് ചെയ്യാനുണ്ടെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എന്താണോ ഈ സ്ക്രീനിൽ എടുത്ത് വെച്ചിരിക്കുന്ന കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ സൈഡ് വ്യൂ മിറേഴ്സ് നമുക്ക് ഫോൾഡ് ചെയ്യണമെങ്കിൽ അതിൽ കണ്ടോ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നമുക്കിവിടെ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് മറ്റു സ്വിച്ചുകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പല മാറ്റങ്ങളും നമുക്ക് ഇവിടെ ഞാനത് പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ സംഭവിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വിളിക്കേണ്ടത്. അല്ലാതെ വെറുതെ ക്രൂയിസ് കൺട്രോൾ അത്തരം കാര്യങ്ങൾ മാത്രമല്ല. പക്ഷേ ക്രൂയിസ് കൺട്രോളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്താൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനായതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഇവിടെ കാണാനാവുന്നത്. ഇവിടെ വീണ്ടും നല്ല ഉരുട്ടി എടുത്തിരിക്കുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെയാണ്. ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് സ്വിച്ചൊന്നുമില്ല. നമ്മൾ കയറി ഇരുന്നിട്ട് നല്ല ആഞ്ഞ് ഈ ഒരു ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടിയാൽ വണ്ടി സ്റ്റാർട്ടാകുന്നു, വണ്ടി ഓടിത്തുടങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് വാഹനം നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ വാഹനം ലോക്കാകുന്നു. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കാണെങ്കിലും സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ആകെ കാണാനാവുന്നത് ഈ ഒരു വിൻഡോയുടെ സ്വിച്ചുകളും മറ്റുമാണ്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയുള്ള ഡോർ ഹാൻഡിലാണ്. അതിന് ഈ ഭാഗത്ത് പിടിച്ചാണ് നമ്മളിത് തുറക്കേണ്ടത്. അങ്ങനെ മൊത്തത്തിൽ നല്ല രസകരമായ വെറൈറ്റി വാഹനമെന്നാണ് നമുക്ക് MG വിൻസറിനെ വിളിക്കാവുന്നത്. അപ്പോൾ സാമാന്യം വിശാലമായിട്ട് തന്നെ ബാക്കിലെ ഡോറ് തുറക്കാം. തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ടോ, വേണമെങ്കിൽ ഒരാളെ കിടത്താവുന്ന രീതിയിൽ അത്രയും വിശാലമാണ് ഇതിൻ്റെ പിൻ സീറ്റിൻ്റെ ആ ഒരു ഫ്ലോർ എന്ന് പറയുന്നത്. സുഖമായിട്ട് 3-4 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇതൊന്ന് നേരെ ആക്കട്ടെ. ഇരുന്ന് കഴിഞ്ഞാൽ എത്ര സുഖപ്രദമാണെന്നറിയോ. ഈ സീറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാനുണ്ട്. ഇതിൻ്റെ കുഷനിങ് പിന്നെ അപ്ഹോൾസ്റ്ററി എന്ന് പറയുന്നത് അമേസിങ് ആണ് കേട്ടോ. നല്ല തൈ സപ്പോർട്ടുണ്ട്. തന്നെയല്ല ഇത് കണ്ട് ഇതിങ്ങനെ ഉയർന്നൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ചന്തിക്കൊക്കെ നല്ല സുഖമാണ് ഇരിക്കാൻ എന്നാണ് പറയുന്നത്. ദീർഘദൂരം ഓടുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടും. അപ്പോൾ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം. ഇതിപ്പോൾ ഈ സീറ്റ് ഏതാണ്ട് പകുതി ആണ് ഞാൻ നീക്കിയിട്ടിരിക്കുന്നത്. സുഖമായിട്ട് കാല് വെച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കപ്പ് ഹോൾഡർ റെസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3 പേരിരിക്കാൻ തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. 3 ഹെഡ് റെസ്റ്റും 3 സീറ്റ് ബെൽറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ചെരിച്ചിട്ട് കിടന്ന് വിട്ടോടാ മോനെ വണ്ടി കൊച്ചിക്ക് എന്നൊക്കെ പറഞ്ഞ് രാജാവായിട്ട് ഇങ്ങനെ കടന്നു പോകാം. അതായത് ഒരു സുഖമായിട്ട് കിടന്ന് ഉറങ്ങാവുന്ന രീതിയിൽ തന്നെയുള്ളൊരു റീക്ലൈനിങ് പൊസിഷന് കിട്ടുന്നുണ്ട്. 135 ഡിഗ്രി എന്നാണ് കമ്പനി പറയുന്നത്. ഏതാണ്ട് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സുഖമായി കാല് നീട്ടി വെച്ചിരിക്കാം. ഇങ്ങനെ റീക്ലൈൻ ചെയ്ത് ഉച്ചയ്ക്ക് കിടന്ന് 2 അടിച്ചിട്ടല്ല, ഉദ്ദേശിച്ച് ഞാൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കാമെന്നുള്ളതാണ്. ഡ്രൈവർ ഉണ്ടെങ്കിൽ സുഖ യാത്ര നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഉള്ളത് ഇവിടെ AC വെൻ്റെ പിൻഭാഗത്തേക്കും കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമൊക്കെ ആ ഒരു കോപ്പർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്നൊരു സ്ഥലം കൊടുത്തിരിക്കുന്നു. പിന്നെ പേപ്പേഴ്സും മറ്റും ഇവിടെ വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു C ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്ലാസ് റൂഫിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും പിന്നിലൊരു വരുന്നുണ്ട്. അത് രസകരമായ ഒരു അനുഭവമാണ് തരുന്നത്. GLAയിലൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്ന GLAയിലൊക്കെ ഇത്രയും വലിയ ഗ്ലാസ് റൂഫായിരുന്നു. രസമുള്ള അനുഭവമായിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപയുടെ വാഹനത്തിലും വന്നിരിക്കുകയാണ്. പിന്നെ ഡോർ പാഡിലേക്ക് പോയാൽ വീണ്ടും നല്ല ബോട്ടിലേക്കുള്ള സ്ഥലവും പിന്നെ ഒരു ഗോൾഡൻ ഫിനിഷുള്ള സ്പീക്കറും കാര്യങ്ങളും പിന്നെ ഒരു വുഡ് ഫിനിഷും എല്ലാം കൂടെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു സത്യം പറയാമല്ലോ, ഈ വാഹനത്തിന് ഒരു 500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും രസകരമാണ് ഉൾഭാഗം, അത്രയും കംഫർട്ടബിൾ ആണെന്ന് ഇരിക്കുമ്പോൾ മനസ്സിലാകും. കാര്യമായ രീതിയിൽ ഓടിച്ച് നോക്കിയിട്ടില്ല. ഓടിച്ച് നോക്കുമ്പോൾ മോശമാകാനിടയില്ല. കാരണം വെച്ചാൽ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ഇതിന് ഒരു ക്യാരക്ടറുണ്ട്. അത് അങ്ങനെ അങ്ങ് ഓടിക്കോളും. എന്തായാലും ഉൾഭാഗം എന്ന് പറയുന്നത് നമ്മളെ അങ്ങനെ ഇൻവൈറ്റിംഗ് ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനമാണ്. MG മോട്ടോറിന് അത്തരം കാര്യങ്ങളൊക്കെ സമ്മതിച്ചേ പറ്റൂ. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന TVയേക്കാളും വലിയൊരു TV എടുത്ത് മുൻഭാഗത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഏറ്റവും ബാക്കി ഇരിക്കുന്ന ആൾക്ക് പോലും വളരെ ഭംഗിയായിട്ട് ആ റെസൊല്യൂഷനിൽ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അത് പറഞ്ഞില്ലല്ലോ, സ്റ്റിയറിംഗ് വീലിൻ്റെ പിന്നിലെ ആ ഒരു 8.8 ഇഞ്ചിൻ്റെ സ്ക്രീനിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു കേട്ടോ. അത് നമ്മൾ കോമറ്റിൻ്റെ EV കാണുന്ന അതേ സ്ക്രീൻ തന്നെയാണ്. അതിൽ ഈ വാഹനത്തിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ റേഞ്ച് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലിയ സ്ക്രീൻ ഉണ്ടായൊരു കുഞ്ഞിനെ പോലെ അതിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടു, ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഇഷ്ടപ്പെടാതെ പോയ സൈഡ് പ്രൊഫൈലിലുള്ള ഇതിൻ്റെ രൂപം ഇത്തിരി പഴയ വാഹനങ്ങളെ ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും പുതുമയും ആഡംബര ഭരിതവുമാണെന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ഏറ്റവും പുതിയ MG വിൻസർ.
അതിഗംഭീരമായ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലൂടെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടിയുടെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു റോഡാണ്. ഡൽഹിയിലെ മറ്റൊരു റോഡിലും നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ തുടക്കത്തിലുള്ള കുറച്ച് തിരക്ക് കഴിഞ്ഞാൽ പിന്നെ ചാവട്ടി പിടിച്ച് പോകാം. എന്തായാലും അങ്ങനെ നമ്മൾ അർമാദിച്ച് കുറച്ച് ഓടിച്ചു കഴിഞ്ഞു. MGയുടെ മറ്റേ ഇലക്ട്രിക് കാറുകളുടെ പോലെ തന്നെ നല്ല ഇനിഷ്യൽ കൊടുത്തിട്ടുണ്ട്. അതായത് BYDയുടെ കാര്യത്തിൽ BYD എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇനിഷ്യൽ പിക്കപ്പ് അല്പം കുറച്ചാണ് വയ്ക്കാറുള്ളത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നല്ല ഇനിഷ്യൽ പിക്കപ്പാണ്. കാല് കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങ് പറന്നു പോകുന്ന അനുഭവമാണ് തരുന്നത്. 0 to 100 ഒന്നും കമ്പനി ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്കൊന്നും ടെസ്റ്റ് ചെയ്യാവുന്നൊരവസ്ഥ അല്ലാത്തതുകൊണ്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒട്ടും മോശമല്ല. എനിക്ക് തോന്നുന്നത് ഒരു 6-7 സെക്കൻഡ്സിനുള്ളിൽ തന്നെയാണ് 100 കിലോമീറ്റർ എടുക്കുന്നത്. അത്ര പോലും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. വളരെ പവർഫുള്ളായിട്ടുള്ള വാഹനമായിട്ടാണ് അനുഭവപ്പെടുക. 136 bhp ആണ് ഈ മോട്ടറിൻ്റെ പവർ. അത് ഫ്രണ്ട് ആക്സിലാണ് മോട്ടർ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ 38 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 55 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകും ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ, അല്ലെങ്കിൽ 6.5 hours മതി. 200 ന്യൂട്ടൺ മീറ്റർ ആണ് ഈ ഒരു മോട്ടറിൻ്റെ മാക്സിമം ടോർക്ക്. ഇപ്പോൾ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല വീതിയുള്ള, നല്ല വിഡ്ത്തുള്ള, നല്ല വീൽ ബേസ് ഉള്ളൊരു വാഹനമായതുകൊണ്ട് നല്ല റോഡ് ഗ്രിപ്പ് തോന്നുന്നുണ്ട്. കൂടാതെ ബ്രേക്കിംഗ് ഒക്കെ വളരെ എഫിഷ്യൻ്റാണ്. 4 ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ പല ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളും ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്ക്, ബാക്കിൽ ഡ്രം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അത്രയൊന്നും വിലയില്ലാത്ത ഇത്തരം വാഹനങ്ങളിലൊക്കെ 4 വീലുകളിലും ഡിസ്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ MG പോലുള്ള കമ്പനികൾക്ക്. അപ്പോൾ അതൊക്കെ മറ്റ് വാഹന നിർമ്മാതാക്കൾക്ക് സാധിക്കേണ്ടതല്ലേ നമ്മളൊന്ന് ആലോചിച്ച് പോകും. കംഫർട്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു USP ആയിട്ട് പറയാവുന്നത്. 331 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ കാണിക്കുന്ന 79% റേഞ്ച് ബാക്കിയുള്ള, അപ്പോൾ 250 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം പറയുന്ന അത്രയും തന്നെ ചാർജ് കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്പോർട്ട് മോഡിലാണ് ഓടിക്കുന്നത്. 4 മോഡുണ്ടെന്ന് നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ടല്ലോ. ഇക്കോ പ്ലസ്, ഇക്കോ, നോർമൽ, സ്പോർട്ട്, അതുപോലെ ലൈറ്റ്, നോർമൽ, ഹെവി എന്ന് പറയുന്ന 3 റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോഡുകളുണ്ട്. അപ്പോൾ ഹെവി എന്ന മോഡാണെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു മോഡിലൊക്കെ നമ്മൾ ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്ത് തന്നെ ബ്രേക്ക് ചെയ്തൊരു എഫക്റ്റാണ് വരിക. അത് പലപ്പോഴും നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയിൽ അനുഭവപ്പെടാറുണ്ട്. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയും വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനും ഒക്കെ ആയതുകൊണ്ട് ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ടൗണിലൊക്കെ ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ വളരെ നീളമുള്ളൊരു വാഹനമാണെങ്കിൽ പോലും കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺട്രോളുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ല രസമുണ്ട്. തീർച്ചയായിട്ടും ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഈ വാഹനത്തെ. കാരണം നമ്മൾ നാട്ടിലധികം കാണാത്ത രീതിയിലുള്ള രൂപമാണ്. നമ്മൾ ചൈനയിലും അതുപോലെ ഇന്തോനേഷ്യയിലൊക്കെ പോകുമ്പോൾ പല വാഹനങ്ങളും ഈ ഒരു രൂപത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ രൂപമുള്ള MPVകൾ കുറവായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന രൂപം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. ഏതായാലും പല കാര്യങ്ങളിലും ഒന്നാമനാകാനുള്ള ശ്രമത്തിലാണ് MG. ആദ്യമായിട്ട് MG ഹെക്ടറിൽ നമ്മൾ ഊട്ടിയിൽ വെച്ച് വലിയ ഒരു ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. കാരണം അത്രയും കാലം വളരെ ചെറിയ ടച്ച് സ്ക്രീൻ ആയിരുന്നെങ്കിൽ MG അത് വളരെ വലുതാക്കി. അതായിരുന്നു ഒരു തുടക്കം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊണ്ടുവന്നത് MGയുടെ വാഹനങ്ങളാണ് തുടക്കത്തിൽ. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് വേണമെങ്കിൽ 3.5 രൂപ നിങ്ങൾ 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി റെൻറ്റ് കൊടുത്ത് ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിൻ്റെ വില കൊടുക്കാതെ വാങ്ങിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ലൈഫ് ടൈം വാറൻറ്റി ധൈര്യമായിട്ട് ബാറ്ററിക്ക് തരികയാണെന്നുള്ള കാര്യമാണ്. അത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു ബാറ്ററിയുടെ ഒരു വാറൻറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഓണറാണെങ്കിൽ, അതായത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ചാലും ബാറ്ററി വാറൻറ്റി കിട്ടും. അങ്ങനെയല്ല, നിങ്ങൾ സെക്കൻഡ് ഓണറാണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ഓണറൊക്കെ ആണെങ്കിൽ 8 വർഷത്തെ സ്ഥിരമായി കിട്ടുന്ന ആ ഒരു വാറൻറ്റി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഈ വാഹനം അങ്ങനെ നിങ്ങളുടെ ആയുഷ്കാലം അങ്ങ് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ബാറ്ററി ഏത് കാലത്ത് റീപ്ലേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അത് ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളും ആ ഒരു പാതയിലേക്ക് വരട്ടെ എന്നും ആശംസിക്കാം. പിന്നെ 6 എയർ ബാഗുകൾ 3 വേരിയൻറ്റുകളിലും സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS, EBD തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ, ഹിൽ ഡിസൻ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സും അതുപോലെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി ക്യാമറയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും റെസൊല്യൂഷനിൽ ഏറ്റവും വലുപ്പത്തിൽ നമുക്ക് ചുറ്റുപാട് കാണാൻ പറ്റുന്ന ക്യാമറയാണിത്. അപ്പോൾ ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ വാഹന നിർമ്മാതാവ് നമ്മളെ എങ്ങനെയൊക്കെ പരിഗണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വാഹനം കണ്ടാൽ മതി. 1 വർഷത്തേക്ക് നമുക്ക് ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചാർജിങ് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതുപോലെ ലൈഫ് ടൈം വാറൻറ്റി ബാറ്ററിക്ക് കിട്ടുന്നു.
ഇനി ബാറ്ററി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ അത് നമുക്ക് EMI ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി അതിനുള്ള അവസരം ഒരുക്കുന്നു. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. പലപ്പോഴും ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ നമ്മളെ ആ രീതിയിലൊന്നും പരിഗണിക്കുന്നില്ല, നമുക്ക് തോന്നിപ്പോകും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ. അങ്ങനെ എല്ലാ തരത്തിലും മികച്ചൊരു വാഹനമായിട്ടാണ് തോന്നിയത്. റേഞ്ച് എന്ന് പറയുന്നത് 331 നിങ്ങൾക്ക് മതി, അല്ലെങ്കിൽ അത്രയും റേഞ്ച് മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം. വീട്ടിലെ സ്ലോ ചാർജറുകളാണെങ്കിൽ രാത്രി ഫുൾ ചാർജ് ചെയ്തിട്ട് പകൽ ഓടിച്ചുകൊണ്ട് നടക്കാം. 331 എന്ന് പറയുമ്പോൾ 310എങ്കിലും ഈ വാഹനത്തിന് റേഞ്ച് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചില വാഹനങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അങ്ങനെ എനിക്ക് സന്തോഷം തോന്നിയൊരു വാഹനമാണ് MG വിൻസർ. ഇൻറ്റീരിയറാണ് കേട്ടോ എന്നെ സന്തോഷിപ്പിച്ചത്. തീർച്ചയായിട്ടും മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പുതുമയുള്ള മുഖമാണ്, പക്ഷേ സൈഡ് പ്രൊഫൈൽ അല്പം പഴക്കമുണ്ട്, പിൻഭാഗവും വളരെ ആധുനികമാണ്. സാധാരണഗതിയിൽ ഫ്രങ്ക് എന്ന് പറയുന്ന ഒരു സ്പേസ് ഇവിടെ കാണാറുണ്ട്, പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതൊന്നും കൊടുത്തിട്ടില്ല. ഫ്രങ്ക് ഒന്നുമില്ല. പിൻഭാഗത്ത് തന്നെ 604 ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് വില എന്ന് വെച്ചാൽ 3 വേരിയൻസിൽ ഏറ്റവും തുടക്കത്തിലുള്ള വേരിയൻ്റെ വില ആരംഭിക്കുന്നത് 9.99 ലാക്സിലാണ്. അതായത് 10 ലക്ഷം രൂപയാണ് വില ആരംഭിക്കുന്നത്. പക്ഷേ അത് എക്സ്ക്ലൂഡിങ് ബാറ്ററിയാണ്. ബാറ്ററി ഉൾപ്പെടെയുള്ള ആ ഒരു വാഹനത്തിൻ്റെ വില എന്താണെന്നുള്ളത് തിങ്കളാഴ്ചയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 15 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ വില വരാനുള്ള സാധ്യതയുണ്ട്. 3 വേരിയൻ്റാണുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ അല്പം വില കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു വ്യത്യസ്തമായ സംഭവം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്ററി പാക്ക് ലോൺ എടുക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ റെൻ്റ് അടച്ച് ഓടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് വിശദമായി പറയേണ്ട കാര്യമാണ്. എങ്കിൽ പോലും ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ വാഹനം നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 5 ലക്ഷം രൂപ എക്സ്ട്രാ ഉണ്ടെന്നിരിക്കട്ടെ, 15 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് വിലയെങ്കിൽ, ആ 5 ലക്ഷം രൂപ നിങ്ങൾ 5 ലക്ഷം രൂപയായിട്ട് അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ഓടുന്ന കിലോമീറ്ററിന് 3.5 രൂപ വെച്ച് ഒരു റെൻറ്റ് പോലെ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റെൻറ്റ് തീർന്നു കഴിയുമ്പോൾ വാഹനം നിങ്ങളുടെ സ്വന്തമാകും. പക്ഷേ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് മാസം 1500 കിലോമീറ്ററെങ്കിലും ഓടിക്കുകയാണെങ്കിലാണ് ഈ ഒരു 3.5 രൂപയ്ക്ക് ഓടുന്നത്. അല്ലെങ്കിൽ അത്രയും ഓടുന്നില്ലെങ്കിൽ അല്പം കൂടി റേറ്റ് കൂടും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതൊരു വ്യത്യസ്തമായ കാര്യമാണ്. ഒരിക്കലും ഈ വാഹനം ബാറ്ററി ഇല്ലാതെയൊന്നുമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ബാറ്ററിയോട് കൂടി തന്നെയുള്ള ബാറ്ററി ഇളക്കിയെടുക്കാൻ പറ്റുന്ന വാഹനമൊന്നുമല്ല. എങ്കിൽ പോലും ആ ഒരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ബാറ്ററി നിങ്ങൾ സ്വന്തമാക്കാതെ തന്നെ നിങ്ങൾ റെൻ്റെടുത്ത് തീർക്കുന്നു. അതിനുശേഷം അടഞ്ഞു തീരുമ്പോൾ ബാറ്ററിയോട് കൂടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാകുന്നു എന്നാണ് എളുപ്പത്തിൽ പറയാവുന്നത്. അപ്പോൾ അതിനെപ്പറ്റി MGയുടെ സൈറ്റിലൊക്കെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ മാത്രം മുടക്കി ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. പിന്നെ മാസം 5250 രൂപ അങ്ങനെ എന്തോ അടച്ചാൽ കുറച്ച് കാലം കൊണ്ട് വാഹനം പൂർണ്ണമായി സ്വന്തമാകുന്ന പരിപാടിയുണ്ട്. കൂടാതെ 3 വർഷം കഴിയുമ്പോൾ ഈ വാഹനത്തിൻ്റെ 60% വില തന്ന് കമ്പനി തിരിച്ചെടുക്കുന്ന ഒരു ഓഫർ, അത്ര ഒരു ഓഫറുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, MGയുടെ ഹബ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതായത് ഇന്ത്യയിലൊക്കെ എവിടെയൊക്കെയാണ് ചാർജിങ് പോയിൻ്റുകളുള്ളത്, എവിടെയൊക്കെ ചാർജ് ചെയ്യാന്നുള്ളതെല്ലാം കാണിക്കുന്ന ആ ഒരു ആപ്പ് വഴി നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം ഇതിൻ്റെ ചാർജിങ് ഫ്രീ ആണെന്നുള്ളതാണ്. ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് 1 വർഷം 5 പൈസ കൊടുക്കുക ചാർജ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. അങ്ങനെ കുറേ പുതുമയുള്ള ഓഫേഴ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് ഇന്നലെ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീഷ്യൽസൊക്കെ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലെ EV സംസ്കാരം വ്യാപകമാകാൻ വേണ്ടി MGയുടെ ഭാഗത്തുനിന്നുള്ളൊരു പുഷ് എന്നാണ് കമ്പനി പറയുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയുടെ നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഡൽഹി. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്കൊന്ന് ശ്വസിക്കാനുള്ള ഒരു അവസരമാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അത്തരം പുതുമകളൊക്കെയുള്ള ധാരാളമുള്ളൊരു വാഹനമാണ് ഈ ഒരു വാഹനം. എന്തായാലും MG കോമറ്റ് ഉപയോഗിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് റേഞ്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല. പറയുന്ന റേഞ്ച് കിട്ടും, പറയുന്ന റേഞ്ച് തരുന്ന കമ്പനിയാണ് MGയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ എന്നുള്ളതും എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ബൈ പറയാണ്. ബൈ.